ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളും മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ പറയാം. അതിനായിട്ട് നമ്മൾ ക്ലോത്ത് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കി എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇൻസ്പിറേഷനായിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ മാത്രമാണ് എനിക്ക് കമൻറ്റ് കിട്ടാറുള്ളൂ. കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ വീഡിയോയിൽ മാത്രമേ കമൻറ്റ് ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. തിരിച്ച് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ വരച്ച് വയ്ക്കുന്ന ചാർട്ട് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, ഡീറ്റെയിൽ വീഡിയോ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് രണ്ട് വീഡിയോസ് പുറകിലത്തെ കുറച്ച് മുന്നത്തേക്ക് വീഡിയോസ് നോക്കിയാൽ മതി, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഔട്ടർ വരച്ചു, അതിനുശേഷം നെക്ക് അടയാളപ്പെടുത്തി, നെക്കിൻ്റെ വൈഡ് അടയാളപ്പെടുത്തി. അപ്പം നമ്മൾ ഇനി കുറച്ച് ഇറക്കി വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് നമ്മൾ അളവെടുക്കുക. നമുക്കിനി ഇറക്കം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വരയ്ക്കുക, കുറച്ച് വേണ്ടവരാണെങ്കിൽ കുറച്ച് വരയ്ക്കുക. അപ്പോൾ ഞാനത് ഏകദേശം ഇത്രത്തോളം അളവെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. മൊത്തമായിട്ട് നമ്മൾ കൂടുതൽ വീഡിയോ ലാഗ് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യൽ തുമ്പാണ് വരച്ചു കൊടുക്കണേ. 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ലിറ്റ് ഇടുന്നുണ്ട്. സ്ലിറ്റ് ഇടുന്നത് കൊണ്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അടിയിക്ക് 1 ഇഞ്ചിലാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഷോൾഡറിന് താഴത്തേക്ക് 17.5 ഇഞ്ചിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതിനാണ് നമ്മളിവിടെ 17.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് സ്ലിറ്റിൻ്റെ അളവ് 1 ഇഞ്ചാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ 1.5 ഇഞ്ചിലാണ് ഇപ്പോൾ ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളിവിടുന്ന് അടിയിക്ക് വരയ്ക്കുമ്പോൾ 1 ഇഞ്ചിലേക്ക് മാറ്റിയിട്ട് വരയ്ക്കണം. എന്നിട്ട് വേണം നമ്മളത് മൊത്തമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നെക്കാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. താഴത്തേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളത് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അടിയിക്ക് വരയ്ക്കുമ്പോൾ 3 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മളതൊരു ബോക്സാക്കി ജോയിൻ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ അതിൽ ചെയ്യുന്നത് സ്ക്വയർ നെക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കർവ് വരച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമുക്കിനി വി നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വരച്ചു കൊടുക്കണം. ഞാനിവിടെ സ്ക്വയർ നെക്ക് വരയ്ക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാക്ക് നെക്കും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്ക് നെക്കിന് ഇറക്കം കൂട്ടലും ഫ്രണ്ട് നെക്ക് ഇറക്കം കൂട്ടലും കുറയ്ക്കലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ബോഡി പാർട്ട് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ നെക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡർ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ പാറ്റേണും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡി പാർട്ടും സ്ലീവൊക്കെ ഒറ്റ വീഡിയോയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിന് നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോ വേണ്ടവർ കണ്ടു നോക്കാൻ മറക്കരുത്. ഇനി വേണമെന്നുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ വെച്ചിട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് വരയ്ക്കാൻ അറിയാത്തവർ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് വരയ്ക്കുക. പിന്നെ നമ്മൾ പ്രത്യേകിച്ചുള്ള മെഷർമെൻറ്റ്സ് ഒന്നും പറയണില്ല. ഈ ബേസിക്സ് ഒക്കെ എന്താണോ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ വരയ്ക്കുന്നത് ഫുൾ കൈയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഷോർട്ട് കൈ ആണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ കൈയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് തുണി കുറവ് നമ്മൾക്ക് എടുത്താൽ മതി. ഇപ്പം നമ്മൾ ഫുൾ കൈ വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത്ര തുണി നമ്മൾ എടുക്കുന്നത്. ഇനി ആദ്യം തന്നെ നമ്മൾ ഇതിന് മുകളിൽ വെച്ചിട്ടൊന്ന് വരച്ച് ആ ഭാഗത്ത് നിന്ന് ബാലൻസ് തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ സ്ലീവ് വരയ്ക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ അളവ് ഓൾറെഡി മാർക്ക് ചെയ്ത് ഫസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് സ്ലീവിൻ്റെ അളവുകളൊക്കെ നമ്മൾ എടുക്കുന്നത്.
പിന്നെ നമ്മൾ ചെയ്യുന്നത് കയ്യിൻ്റെ വണ്ണം എടുക്കുമ്പോൾ കയ്യിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ ലൂസും അതിൻ്റെ ഒപ്പം തന്നെ തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കയ്യിൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മളൊന്ന് മടക്കി പിടിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യം ലൂസിന് നമുക്ക് കൈ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും തയ്ച്ചിട്ട് വരുമ്പോൾ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അതേ അളവ് തന്നെ താഴത്തോട്ടും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ നമുക്ക് താഴത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് ലൂസ് പ്ലസ് തയ്യൽ തുമ്പ് അത് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് താഴത്തോട്ടും വരച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ കൈയിൻ്റെ തുമ്പ് ഭാഗത്ത് അളവ് എടുക്കുമ്പോൾ നമ്മുടെ കൈ ഒന്ന് നിവർത്തി പിടിച്ചിട്ട് നമ്മുടെ 5 കൈയിൻ്റെ വിരലും കയറാവുന്ന രീതിയിൽ വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൈ അതിൽ കയറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൈ കയറില്ല, നമുക്ക് ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൈത്തുമ്പ് വരെ നമ്മൾ ഈ മേൽഭാഗത്തു നിന്ന് സ്ലീവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പോയിൻറ്റ്സിലൂടെയാണ് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് മാത്രമല്ല അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വീണ്ടും വരച്ച് കാണിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പോയിൻറ്റ്സിലേക്കായിട്ട് അടുത്ത ലൈന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ചുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ സ്ലീവ് ആ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ തയ്യൽ തുമ്പാണ് കേട്ടോ നമ്മൾ വീണ്ടും ഈ വരച്ച് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലൂസാക്കാനും അത് ടൈറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ലോങ് സ്ലീവ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. എന്താ നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ വെച്ച് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെയാണുള്ളത്. പിന്നെ ഈ സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കർവ് ഉണ്ട്. ആ കർവ് ഭാഗം നമുക്ക് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളിൽ പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി എങ്ങനെ ഡ്രസ്സ് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. പാറ്റേൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു കർവ് ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിനി ഫ്രണ്ടും ബാക്കൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഇനി നമ്മൾ പോകുന്നത് തയ്ക്കാനാണ്. നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ കഴുത്ത് തയ്ച്ച് മറയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. പിന്നെ ക്യാൻവാസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അതേ ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയൽ തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല വശം ചേർത്ത് നമ്മുടെ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഭാഗം നമ്മളൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇത് വരയ്ക്കണം നിർബന്ധമില്ല, നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് മാത്രം. നമ്മൾ ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ അടിച്ചതിന് സൈഡ് വശങ്ങളിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടക്ക് പിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ടക്ക് പിടിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ടക്ക് പിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ സ്ലിറ്റ് ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചതിൻ്റെ മുകളിലേക്ക് സ്ലിറ്റിന് കുറച്ച് മുകളിലായിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിന് മുകളിലായിട്ടായിരിക്കണം നമ്മുടെ സ്ലിറ്റ് ഈ ടക്ക് നമ്മൾ പിടിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടക്ക് പിടിക്കുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ടക്ക് പിടിക്കാനായിട്ട്. നമ്മൾ ടക്ക് ഒരു ഏകദേശം നമ്മൾ ഇതിലൊരു 9-9.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അളവെടുത്ത് അതിൻ്റെ നടുക്ക് മടക്കി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് 2 സൈഡ് ഇങ്ങനെ കർവായിട്ട് വരച്ച് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിങ്ങനെ പിന്നെ നമ്മളിങ്ങനെ കുത്തി വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ തയ്ക്കുന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഈ 3 പിന്നെ അതൊന്നും ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അതിനുശേഷം നമ്മൾ ഈ 3 പോയിൻറ്റ്സും അടയാളപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ ടക്ക് വയ്ക്കുകയാണ്. നമ്മൾ ഈ ടക്ക് വയ്ക്കുന്നത് ഒരു ഷേപ്പ് കിട്ടാനാണ്, ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട്. ഇപ്പോൾ നല്ലോണം ഷേപ്പിൽ ഡ്രസ്സ് തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഫ്രണ്ടിൽ 2 ഭാഗത്തും പതിച്ചടിക്കുകയാണ്. ഞാൻ 2 ഭാഗത്താണ് കൊടുക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ശേഷം നമുക്ക് കാണിക്കാം. അപ്പം നിങ്ങൾക്ക്
പിന്നെ കുറേ നേരം ലാഗ് അടിപ്പിച്ചിരുന്ന് കണ്ടു വരില്ല എന്ന് വേണ്ടാന്നുള്ളത് ഭാഗങ്ങളിൽ ഇനിയും കുറച്ചും കൂടി സ്പീഡ് കണ്ടോ നമുക്കിങ്ങനെ സ്കിപ്പ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഭാഗം കിട്ടും. അപ്പോൾ നമ്മൾ ഈ കഴുത്ത് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇനി ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ കണ്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ ഉള്ള തയ്യൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഉപകാരപ്രദമായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ തന്നെ നമുക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കി കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ചേർത്തടിച്ചില്ലേ ഫ്രണ്ട് നെക്കിൽ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് നെക്കിലും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് വരച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് വശം അതുപോലെ തന്നെ ചെയ്യുകയാണ്. നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നത് ക്ലോത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം പോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കഴിഞ്ഞതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ നേരത്തെ എന്താണോ ചെയ്ത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്ക് വശവും ഫ്രണ്ട് വശവും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എഴുതി കാണിച്ചു തരുന്നുണ്ട്, ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും. ഇപ്പോൾ ഇത് ഫ്രണ്ട് വശമാണ്, നേരത്തെ കാണിച്ചത് ബാക്ക് വശമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ബാക്ക് വശവും ഫ്രണ്ട് വശവും കൃത്യമായി മറച്ച് വെച്ചിട്ട് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ മറക്കി വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷോൾഡർ നമ്മൾ രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അടിച്ച് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഇത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബാക്ക് അടിച്ച് വീണ്ടും കാണുക. നമ്മൾ ക്ലിയർ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പിടിച്ചിട്ട് വേണം ഷോൾഡർ അടിക്കാനായിട്ട്. ഇപ്പോൾ ഈ അടിക്കുന്ന ഭാഗവും ഞാൻ ഇതുപോലെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അടിക്കാൻ ശ്രമിക്കുക. രണ്ട് വശവും ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചും നമ്മൾ ഇങ്ങോട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ മറയ്ക്കുന്നതാണ് ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത്. ഷോൾഡർ ഇതേ നമ്മൾ ഇങ്ങനെയാണ് മറയ്ക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സൂക്ഷിച്ച് നോക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഷോൾഡർ എളുപ്പത്തിൽ മറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഇതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ഷോൾഡർ മറച്ച് കൊടുക്കുന്നുണ്ട്. ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഫ്രണ്ട് വശത്തിൻ്റെയും ബാക്ക് വശത്തിൻ്റെയും ഒക്കെ നമ്മൾ വീണ്ടും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അടുത്ത ഭാഗത്ത് ടക്ക് എടുക്കുന്ന ഭാഗമാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നത്. ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മൾ ടക്ക് എടുത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ചോ 1 ഇഞ്ചോ നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ സ്ലിറ്റ് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ടക്ക് എടുക്കുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടക്ക് എടുക്കുമ്പോൾ എന്തായാലും സ്ലിറ്റിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ചും 1.5 ഇഞ്ച് ഒന്ന് കയറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. പിൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ പോയിൻ്റൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഭാഗത്തും വരച്ച് നമ്മൾ നടുക്കിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് ടക്കിൻ്റെ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് ഒന്ന് മടക്കി അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും നമ്മളൊന്ന് ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു 4 വശത്ത് ചെയ്യാം, അവർക്ക് 4 പ്രാവശ്യം ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 2 വശത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 വശവും നമ്മൾ ഇതുപോലെ ഈ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വശം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ടക്ക് നമ്മൾ രണ്ടാമത്തെ ടക്ക് നമ്മൾ അതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ടക്ക് അടിക്കേണ്ടത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ടക്ക് ഇതുപോലെയാണ് അടിക്കേണ്ടത്. നമ്മളിതുപോലെ അടിച്ചെടുത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാനാണ് പോകണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് കൃത്യമായിട്ട് വെച്ചിട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ഓരോ ഭാഗത്തേക്ക് അത് പിടിച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ തെറ്റം വരെ 2 സൈഡിൻ്റെയും അറ്റം വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് സ്ലീവ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് പിടിച്ച് അടിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തെറ്റി വരും. പിന്നെ നമ്മൾ അടിഭാഗം നമ്മുടെ കുർത്തീൻ്റെ അടിഭാഗം നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യണത്. നമ്മൾ മടക്കി അടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവ് അടിക്കാൻ പോവാണ്. സ്ലീവിന് നമ്മൾ കൊടുത്തിട്ടുള്ള തയ്യൽ തുമ്പിൻ്റെ അളവും തയ്യൽ തുമ്പും ബ്ലൂസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നത്. നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കൈ. നമ്മളിത് മൊത്തമായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ആ ഭാഗത്തിൽ കൂടിയാണ് നമ്മുടെ കൈ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ഈ വരച്ച് കൊടുക്കുന്ന ഭാഗത്തിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൂസൊക്കെ ഇട്ടിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഷേപ്പ് വെച്ച് അടിക്കാനുള്ള രീതിക്ക് ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ നിർത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ മാറ്റിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. കൈൻ്റെ തുമ്പ് തൊട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് മൊത്തമായിട്ട് അടിച്ച് കൊടുക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് സ്ലിറ്റിൻ്റെ ഭാഗത്തുമ്പോൾ നമ്മൾ നിർത്തണം. അതിനുശേഷം വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കുന്നത്. നമ്മളിവിടെ വരെ 1.5 ഇഞ്ച് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് 1 ഇഞ്ചിലേക്കാണ് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുമ്പോൾ ഇതുപോലെ അടിച്ച് ആ ഭാഗത്തുമ്പോൾ നിർത്തണം. അവിടെ നിർത്തിയതിന് ശേഷം നമ്മളിനി തയ്ക്കാൻ പോകുന്നത് സ്ലിറ്റാണ്. അപ്പോൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ സൈഡ് മടക്കി അടിക്കുകയാണ്. നമ്മൾ അടിഭാഗത്ത് മടക്കി അടിക്കുന്ന പോലെ തന്നെ നമ്മൾ സൈഡിലും മടക്കി അടിക്കുന്നുണ്ട്. സ്ലിറ്റിൻ്റെ 2 വശവും നമ്മൾ ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ തയ്ച്ച് കൊടുക്കുക. പിന്നെ ഈ വശത്തിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ആക്കി ഇപ്പുറത്തെ ഭാഗത്തേക്ക് ജോയിൻ ചെയ്യുന്ന പോലെയാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. സ്ലിറ്റ് അടിക്കാൻ അറിയാത്ത ആൾക്കാർ ഇതൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്ലിറ്റ് തയ്ക്കാൻ പറ്റും. പിന്നെ ആ ഭാഗവും ഈ സൈഡ് ഭാഗവും തന്നെ നമ്മൾ അതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന പോലെ നമ്മൾ 2 സൈഡിലും നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. ഈ സാധനം നമ്മൾ മൊത്തമായിട്ട് അടിച്ച് തീർക്കുകയും ചെയ്യുക. അതിന് ശേഷം നമ്മുടെ അടിഭാഗം നമുക്ക് മടക്കി അടിക്കലും നമ്മുടെ അടിക്കാത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക. എല്ലാ വശങ്ങളിലും നമ്മളിങ്ങനെ മടക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുർത്തി മൊത്തമായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫൈനൽ ലുക്കാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ഉപകാരപ്രദമാണ്, നമ്മൾ ലൈക്ക് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബാക്കിൽ മാത്രമേ ടക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ടക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും കൊടുക്കാം. അപ്പോൾ നല്ലോണം ഷേപ്പ് ആയിട്ട് കിടക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബൈ.